ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആയിട്ടാണ് കസ്റ്റമർ വന്നേക്കണേ. അപ്പോൾ കസ്റ്റമർ അത് റിപ്പയറും ചെയ്യേണ്ട, റീപ്ലേസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ടോർക്ക് കൺവെർട്ടർ ആണ് വരുന്നത്. അപ്പോൾ ഈ ടോർക്ക് കൺവെർട്ടർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, എന്നാൽ കാണാത്ത ആളുകളുണ്ടാവും. അത് ഈ ITIയിൽ പഠിക്കുന്നവർ, ITI കഴിഞ്ഞ് ഇറങ്ങിയ ട്രെയിനീസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് പറയാൻ കാരണമൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് ട്രെയിനായിട്ട് ഇങ്ങനെ കയറിയ ഒരു വർക്ക്ഷോപ്പിൽ ഈ ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഗിയർ ബോക്സ് അഴിക്കലില്ല. അപ്പം ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ചെറിയൊരു വർക്ക്ഷോപ്പിലോട്ടാണ് ഞാനും ഇങ്ങനെ പഠിച്ച് കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കൺവെർട്ടർ വരണേ. അപ്പം ഇതിൽ 3 പീസായിട്ട് നമ്മൾക്ക് എടുക്കുക. ഇമ്പല്ലർ, അതുപോലെ തന്നെ ടർബൈൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ക്ലച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ഡ്യുവൽ ക്ലച്ച് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഈ വോൾസ്വാഗൻ, സ്കോഡ, ഓഡി, പിന്നെ അതുപോലെ തന്നെ പോർഷെ, ജർമ്മൻ ബ്രാൻഡ് പിന്നെ നോക്കണ്ട, അറിയാലോ. അപ്പം അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹുണ്ടായി ഒക്കെ വരുന്നുണ്ട്, ഈ ക്രെറ്റയിലൊക്കെ ഡ്യുവൽ ക്ലച്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുമ്പോൾ ഈ ടോർക്ക് കൺവെർട്ടറും ജർമ്മൻ ബ്രാൻഡിൽ വരുന്നുണ്ട്. വോൾസ്വാഗനിലും സ്കോഡയിലൊക്കെ ടോർക്ക് കൺവെർട്ടറും വരുന്നുണ്ട്, മാരുതി സുസുക്കി, ബാക്കിയുള്ള എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഈ ഡ്യുവൽ ക്ലച്ച് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ടോർക്ക് കൺവെർട്ടർ എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്യുവൽ ക്ലച്ചാണ്. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.